2026 ജൂൺ 21 തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിൽ പെരിയപാളയത്തിനടുത്തുള്ള സീ ഫുഡ് പ്രോസസ്സിംഗ് ഫാക്ടറി. അവധിയായതിനാൽ 12 മണിക്കൂർ നീണ്ട രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞെത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫാക്ടറിക്കുള്ളിലെ മുറികളിൽ വിശ്രമിക്കുകയായിരുന്നു. അന്യസംസ്ഥാനത്ത് നിന്നെത്തിയവരായതിനാൽ ഫാക്ടറിയിലെ പ്രോസസ്സിംഗ് സെക്ഷന്റെ തൊട്ടടുത്തു തന്നെയായിരുന്നു അവരുടെ താമസം. പകൽ 11:30ഓടെയാണ് ഐസ് ഫ്ലക്സ് ഉണ്ടാക്കുന്ന മെഷീൻ വാൽവ് തകർന്ന് ആ ദുരന്തം പുറത്തേക്ക് വമിച്ചത്. അമോണിയ വാതകം. വായുസഞ്ചാരം പോലുമില്ലാത്ത ആ ഇടുങ്ങിയ മുറികളിലേക്ക് വിഷവാതകം ഇരച്ചു കയറി. ഒരു എമർജൻസി അലാറമോ സൈറണോ അവിടെ ഉണ്ടായിരുന്നില്ല. അപകടം തിരിച്ചറിയാൻ അവരേറെ വൈകി. കടുത്ത കണ്ണരിച്ചിലും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടപ്പോഴാണ് പലരും ഞെട്ടിയുണർന്നത്. ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറിയ അമോണിയ അവരെ വീർപ്പുമുട്ടിച്ചു. ചിലർക്ക് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നു. കൈകാലുകൾ തളർന്നുപോയി. ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിൽ നിന്നുള്ള 11 പേർ ഉൾപ്പെടെ 18 മനുഷ്യജീവനുകളാണ് അവിടെ പിടഞ്ഞു മരിച്ചത്. അതിൽ 15 വയസ്സുള്ള ഒരു കുരുന്നുമുണ്ടായിരുന്നു. 60-ലധികം പേർ ഗുരുതരാവസ്ഥയിലായി. ഇവരേറെയും ഒഡീഷയിൽ നിന്നുള്ള ആദിവാസികളായിരുന്നു. ഇനി അവരുടെ നാടിനെ കുറിച്ച് പറയാം. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ മനുഷ്യക്കടത്തിന് ഇരയാകേണ്ടി വരുന്ന ജനതയെക്കുറിച്ചും. തമിഴ്നാട്ടിൽ നിന്ന് 1500 കിലോമീറ്ററുകൾക്കപ്പുറം ഇന്ത്യയിലെ പ്രത്യേക ദുർബല ആദിവാസി വിഭാഗങ്ങളുടെ പട്ടികയിലുള്ളവരാണ് ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലുള്ള ജുവാങ് സമൂഹങ്ങൾ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ സ്വന്തം ഭാഷയും സംസ്കാരവും മണ്ടഖർ എന്ന കൂട്ടായ്മകളും ചാങ്കു നൃത്തവുമൊക്കെയായി പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിച്ചവർ. വനഭൂമിയിലെ കൃഷിയും വനവിഭവങ്ങളുമായിരുന്നു അവരുടെ ജീവനാഡി. എന്നാൽ വികസനത്തിന്റെ പേരിൽ അവിടേക്ക് കടന്നുവന്ന ഖനന ഭീമന്മാർ ആ മലനിരകളെയും അവരുടെ ആവാസ വ്യവസ്ഥയെയും കാർന്നു തിന്നാൻ തുടങ്ങി. മണ്ണും കാടും നഷ്ടപ്പെട്ടതോടെ കൊടിയ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവരെ പിടികൂടി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. ജുവാങ് ജനതയുടെ ഉന്നമനത്തിനായി 1978-ൽ സർക്കാർ തുടങ്ങിയ ഡെവലപ്മെന്റ് ഏജൻസി ഇന്ന് നോക്കുകുത്തിയാണ്. ആദിവാസികൾക്ക് തൊഴിൽ നൽകേണ്ട തൊഴിലുറപ്പ് പദ്ധതികളാകട്ടെ JCB യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പണികൾ നടത്തുന്നത്. കൂലിപ്പണി പോലുമില്ലാതെ ഗ്രാമങ്ങൾ വറുതിയിലായപ്പോൾ ജീവൻ നിലനിർത്താൻ അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയുമുണ്ടായിരുന്നില്ല. മികച്ച വരുമാനം സ്വപ്നം കണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ 11 പെൺകുട്ടികൾ. അവരെ കാത്തിരുന്നത് വലിയ ചതിക്കുഴികളായിരുന്നു. ഫാക്ടറിയിൽ വളരെ പരിതാപകരമായ സാഹചര്യത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. മാസം 2-3 തവണ അവിടെ അമോണിയ ചോർച്ച ഉണ്ടാകാറുണ്ടായിരുന്നത്രേ. ദുർഗന്ധം വമിച്ചാലും പരാതികൾ ഗൗനിക്കാതെ ജോലി തുടരാനായിരുന്നു മാനേജ്മെന്റിന്റെ നിർദ്ദേശമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വസ്തുതാന്വേഷണ സംഘത്തിന് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. അമോണിയ ശ്വസിക്കുന്നത് ജീവന് ഭീഷണിയാണെന്ന് പോലും ആ പെൺകുട്ടികൾക്ക് അറിയില്ലായിരുന്നു. തങ്ങളുടെ ജീവനെടുക്കാൻ പോന്ന ഒരു വാതക ബോംബിന് മുകളിലാണ് ഉറങ്ങുന്നതെന്ന് ആ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. 2014-ലും ഇതേ യൂണിറ്റിൽ അമോണിയ ചോർന്ന് ഒരു തൊഴിലാളി മരിച്ചിരുന്നു. എന്നിട്ടും ആരും പഠിച്ചില്ല, നടപടികളുണ്ടായില്ല.
കേസിൽ ഫാക്ടറി ഉടമകളെ അടക്കം അറസ്റ്റ് ചെയ്യുകയും അവർ നിഷ്പ്രയാസം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ചോർന്നൊലിച്ച വ്യവസ്ഥിതിക്ക് നൽകാൻ കഴിയുമോ ആ പെൺകുട്ടികളുടെ ജീവൻ? കാടും മലയും നഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നാടുവിട്ടിറങ്ങിയ ജുവാങ് പെൺകുട്ടികൾ കോർപ്പറേറ്റ് ലാഭക്കൊതിയുടെയും അനാസ്ഥയുടെയും ഏറ്റവും വലിയ ഇരകളാണ്. ഖനന കേന്ദ്രീകൃത വികസന മാതൃകകളുടെയും വഞ്ചനാപരമായ ഭരണകൂട നയങ്ങളുടെയും ദുരന്ത സാക്ഷികൾ. സൈറൺ മുഴക്കിയും മുഴക്കാതെയും സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത എത്രയോ മരണ ഫാക്ടറികൾ ഇപ്പോഴും പുകഞ്ഞെരിയുന്നുണ്ട്. അവിടെ പിടയ്ക്കുന്നുണ്ട് ഒരിറ്റു വായുവിനു വേണ്ടിയുള്ള ജീവനുകൾ. ശ്വാസം മുട്ടലുകൾ അവസാനിക്കുന്നതേയില്ല.